മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി അടിമാലി കുമ്പൻപാറയിൽ ഉപരോധവുമായി ദുരന്തബാധിതർ. ദേശീയപാത നിർമ്മാണ കരാറെടുത്ത EKK കമ്പനിയുടെ ഓഫീസ് നാട്ടുകാർ ഇപ്പോൾ ഉപരോധിക്കുന്നു. പകരം താമസ സൗകര്യമൊരുക്കിയ വീടുകൾക്ക് വാടക പോലും നൽകുന്നില്ല എന്നാണ് ദുരന്തബാധിതരുടെ ആരോപണം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. പറയൂ രാഹുൽ. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. SKN അടിമാലി മണ്ണിടിച്ചിലിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. വലിയ ദുരന്തമായിരുന്നു. 28 പേർക്ക് ആ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ട ആ സ്ഥലം ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥ വരെ വന്നതാണ്. പിന്നീട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഈ കരാർ കമ്പനിക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം, അതുപോലെ തന്നെ വീട് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ വാടക ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതർ പറയുന്നത്. അവർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല, വീട് വാടകയ്ക്ക് എടുക്കുന്നതിന്റെ വാടക തുക നൽകിയിട്ടില്ല. ഏതെങ്കിലും വിധത്തിലുള്ളൊരു സഹായം അവർക്ക് ഇതുവരെ കരാർ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ പരാതി എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പോൾ അവർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. EKK കമ്പനിയുടെ യാർഡ് ഇപ്പോൾ ഉപരോധിക്കുകയാണ്. ആ ഉപരോധ സമരം തുടരും എന്നുള്ളതാണ് നാട്ടുകാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് ഇടപെട്ട് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തിയാലും പകരം മറ്റാളുകൾ ഈ സമരം ഏറ്റെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട്. എന്തായാലും കരാർ കമ്പനി ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുകയാണ്. അവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അവർ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.